ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ, അമ്പിയാക്കന്മാരുണ്ടോ, ഔലിയാക്കന്മാരുണ്ടോ, ആലിമീങ്ങളുണ്ടോ, അവരുടെ ജീവിതത്തിൽ അവർ ചൊല്ലിവെച്ചതായ, പഠിപ്പിച്ചതായ, പ്രാവർത്തികമാക്കിയതായ ദിക്റുകളും ദുആകളും അവരുടെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നതായി കാണാൻ സാധിക്കും. നാം ആകുന്ന ആളുകൾ ഓരോ ക്ലാസ്സുകളിലേക്ക് കടന്നു പോകുമ്പോൾ, ഓരോ പ്രസംഗത്തിന്റെ സദസ്സുകളിലേക്ക് കടന്നു പോകുമ്പോൾ, നമ്മുടെ വിരൽ തുമ്പ് കൊണ്ട് വിസ്മയം തീർക്കുന്ന മൊബൈൽ ഫോണിന്റെ ഓരോ വീഡിയോകളിലൂടെ ഓരോ ഉസ്താദന്മാരും ഓരോ ദുആകളും ഓരോ ദിക്റുകളും സ്വലാത്തുകളും ഇസ്മുകളും പറഞ്ഞു തരുമ്പോ ചില ആളുകൾ നല്ല ആവേശത്തോടുകൂടി, ആർജവത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താല്പര്യത്തോടുകൂടി അത് ചെയ്യുന്നത് കാണാം, ഓതുന്നത് കാണാം. പല ആളുകൾക്കും അത് മുഖേന ഉള്ളതായ ഫലം കിട്ടിയിട്ടുണ്ട്, പല ആളുകൾക്കും കിട്ടാതെ പോയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നതായ ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടതായ ഇബാദത്ത് ഏതെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യൻ ഒരു ദിവസം ചെയ്യുന്ന ഒരു അമല് അവന്റെ ജീവിതത്തിൽ അവൻ എന്നും ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു അമല് എല്ലാ ദിവസവും ചെയ്യുന്ന അമലാണ്, ഒരു ദിക്ർ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നതായ ദിക്റാണ്, ഒരു സ്വലാത്ത് മുടങ്ങാതെ അവന്റെ ജീവിതത്തിൽ ചൊല്ലുന്നതായ സ്വലാത്താണ്, ഒരു ദുആ മുടങ്ങാതെ ചൊല്ലുന്നതായ ദുആ ആണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതലും ഇഷ്ടം. പല ആളുകളും ആ കിട്ടിയതിന്റെ താല്പര്യം വെച്ചുകൊണ്ട്, അറിഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെതായ ആവേശം കൊണ്ട് ഒന്നും രണ്ടും ദിവസവും മാത്രം ചൊല്ലിയിട്ട് മൂന്നാമത്തെ ദിവസം അത് കൈയൊഴിയുന്നതായ സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ നിന്നും ഒരു ഉസ്താദ് പറയുന്നു, കടം വീടാൻ വേണ്ടി നിങ്ങൾ ഇന്ന ദിക്ർ ഈ സമയത്ത് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ കടം വീട്ടി തരും എന്ന് പറയുമ്പോ ആഗ്രഹത്തോടുകൂടി ഒന്നാമത്തെ ദിവസം പ്രിയമുള്ള ഉമ്മമാരത് ചൊല്ലും, രണ്ടാമത്തെ ദിവസവും ചൊല്ലും, മൂന്നാമത്തെ ദിവസവും അത് ചൊല്ലും, നാലാമത്തെ ദിവസം വീട്ടിന്റെ ജോലിക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും തിരക്കിൽ ഏർപ്പെട്ടുകൊണ്ട് ചെല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഷയത്തിൽ അള്ളാന്റെ സഹായം തരുന്നത്? കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് അൽ ഇബാദത്തു ദവാമാ, നിത്യം ചെയ്യുന്നതായ ദിക്റുകളും സ്വലാത്തുകളും ഇബാദത്തുകളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, സുന്നത്ത് നിസ്കരിക്കുന്നതായ ആളുകളുണ്ടാകും, തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുന്ന ആളുകളുണ്ടാകും, ളുഹ നിസ്കരിക്കുന്ന ആളുകളുണ്ടാകും, അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ടാകും. ഇതെല്ലാം മുടങ്ങാതെ മുന്നോട്ട് പോയാൽ അതിനാണ് ശ്രേഷ്ഠത അല്ലാഹു കൂടുതൽ തരുന്നത്, അതിനാണ് ഖബൂലിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തരുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ